श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ സാകേതമെന്ന രാമായണ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. രാമരാജ്യം നമ്മളെല്ലാം ഇന്നും വിഭാവനം ചെയ്യുന്ന ഒരു മനോഹരമായ സങ്കല്പമാണ്. മഹാത്മാഗാന്ധിയുടെ ചിന്തകളിലും സ്വപ്നങ്ങളിലും ഈ രാമരാജ്യം എന്ന സങ്കല്പമുണ്ട്. രാമരാജ്യം അവിടെ ധർമ്മവും നീതിയും സത്യവും സമത്വവും ഒക്കെ സമമായിരുന്നു. അങ്ങനെയുള്ളൊരു സമൂഹമായിരുന്നു രാമരാജ്യത്തിൽ. സർവത്ര നീതി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഉത്തരാഖണ്ഡത്തിലൊരു കഥയുണ്ട് അതിന്. രാമൻ്റെ അടുത്ത് ഏതൊരാൾക്കും ഏത് സമയത്തും തനിക്കുണ്ടാകുന്ന ദുഃഖവും വേദനയും പറയാം. അത് രാത്രിയായാലും പകലായാലും. അതിനാരുടെയും അനുവാദം വേണ്ട. രാമൻ്റെ ഭരണ നൈപുണ്യം നമ്മൾ കാണണമെങ്കിൽ അയോധ്യാകാണ്ഡത്തിലെ ചിത്രകൂടത്തിൽ ഭരതൻ രാമനെ കൊണ്ടുപോകാൻ വരുന്ന ആ ഒരു ഭാഗം വായിക്കണം. ഇന്ന് രാഷ്ട്രീയത്തിലും വിവിധ സംഘടനകളിലും ഭരണത്തിലൊക്കെ MLA-മാരും MP-മാരും മന്ത്രിമാരുമൊക്കെ ആകാൻ പോകുന്നവരെല്ലാം ഈ ഭരത രാമ സംവാദം അല്ലെങ്കിൽ രാമൻ ഭരതന് നൽകുന്ന ഭരണോപദേശം വായിച്ചിരിക്കേണ്ടതാണ്. ഒരു ക്ഷേമരാഷ്ട്രം എങ്ങനെയായിരിക്കണം ഭരതനോട് പറയുന്നുണ്ട്. നീ പുറത്തിറങ്ങുമ്പോൾ അംഗരക്ഷകർ ഉണ്ടാകരുത് എന്ന്. അതായത് ചുറ്റിലും അംഗരക്ഷകരുണ്ടാവുന്ന ഒരു ഭരണാധികാരികൾക്ക് ജനങ്ങളിൽ നിന്ന് ഭയക്കാനുണ്ട്. അത്രയും കാര്യക്ഷമമായിട്ട് നിൻ്റെ അടുത്തേക്ക് ഏത് സമയത്തും ആർക്കും പരാതി ബോധിപ്പിക്കാൻ കഴിയണം. പരാതി ഉണ്ടാകരുത്. ഉണ്ടെങ്കിലും അങ്ങനെയാണ് ഒരു രാമരാജ്യത്തിൽ രാമൻ രാജാവായി കൊണ്ടിരിക്കുമ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ശുനകൻ അവിടെ പരാതി പറയാൻ വന്നു. ഒരു പട്ടി. രാമൻ്റെ കൊട്ടാരത്തിൻ്റെ പുറത്തൊരു വലിയ മണിയുണ്ട്. ആ മണി അടിച്ചാൽ ആർക്കും അകത്തേക്ക് പോവാം. പരാതി ഉണ്ടെന്നർത്ഥം. മണിയടിക്കുന്നത് കേട്ടിട്ട് ഭടന്മാർ പോയപ്പോൾ പട്ടി വരാൻ തയ്യാറായില്ല. മന്ത്രിമാർ പോയപ്പോൾ വരാൻ തയ്യാറായില്ല. സേനാപതികളെ അയച്ചു രാമൻ, എന്നിട്ടും പട്ടി വരുന്നില്ല. ശത്രുഘ്നെ അയച്ചപ്പോൾ നീ ഇളയതാണ് വരില്ല എന്ന് പറഞ്ഞു. ഭരതനെ വിളിച്ചപ്പോൾ പറഞ്ഞു നിനക്ക് രാജ്യം കിട്ടാൻ വേണ്ടി നിൻ്റെ അമ്മ രാമനെ 14 കൊല്ലം കാട്ടിലയച്ചല്ലേ, അതുകൊണ്ട് നിൻ്റെ കൂടെ വരില്ല എന്ന് പറഞ്ഞു. ലക്ഷ്മണൻ അയച്ചപ്പോൾ പറഞ്ഞു നിന്നെ കാവലാക്കിയിട്ട് രാമൻ പോയപ്പോഴല്ലേ ആ മാരീചൻ വന്നിട്ട് കള്ളക്കരച്ചിലുണ്ടാക്കിയപ്പോൾ സീതയെ വിട്ട് രാവണന് കൊടുക്കാൻ നീ അല്ലേ ഉണ്ടായത്, അതുകൊണ്ട് നിൻ്റെ കൂടെ വരില്ല എന്ന് പറഞ്ഞു. നല്ല ജ്ഞാനിയായൊരു ശുനകനാണ്, പട്ടിയാണ്. അവസാനം ഹനുമാരെ അയച്ചു. പോയി കുട്ടി വന്നു. ഹനുമാരോട് പറഞ്ഞു പ്രത്യേകം, ഇതാ ഒരു ശാവാണ്, പട്ടിയാണ്, ശുനകനാണ്, നിൻ്റെ പരാക്രമം ഒന്നും കാണിച്ചേക്കല്ല. മെല്ലെ. ഹനുമാർ പോയപ്പോൾ ഒന്നും പറഞ്ഞില്ല, കൂടെ വന്നു. എന്താണ് പരാതി? അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഒരു നല്ല കസേല ഇരുത്തി. രാമരാജ്യത്തിൻ്റെ ഒരു പ്രജകളോടുള്ള നീതി നോക്കും നിങ്ങൾ. ഒരു നായക്ക് കൊടുത്ത ഒരു 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 നീതി നോക്കൂ. ഭരണാധികാരികളെ കാണാൻ പോയാൽ, ഒരു ഗവൺമെൻറ് ഓഫീസിലോ മറ്റെവിടെയോ പോയാൽ ജനങ്ങളോട്, ആവശ്യക്കാരോട് എങ്ങനെ പെരുമാറണം എന്നറിയാത്തവർ ഉത്തരാഖണ്ഡത്തിൽ ഈ ഭാഗം ഒന്ന് വായിക്കണം. രാമൻ ഒരു നായയോട് എങ്ങനെ പെരുമാറി. ശുനകശ്രേഷ്ഠ, അങ്ങേക്ക് എന്താണ് പരാതി? ആ നായ പറഞ്ഞു, രാമ, ഞാൻ ഒരു തെരുവിലൂടെ രാജപാതയിലൂടെ പോകുമ്പോൾ ഒരു ബ്രാഹ്മണൻ എന്നെ കല്ലെടുത്തെറിഞ്ഞു. എന്താ കാരണം? ഒന്നും അറിയില്ല. ഒരു കല്ല് കണ്ടു, നായയെ കണ്ടു, എറിഞ്ഞു. അതിനൊരു ശിക്ഷ കൊടുക്കണം അയാൾക്ക്. അങ്ങനെ ആ എറിഞ്ഞ ബ്രാഹ്മണനെ ഭടന്മാർ കൊണ്ടുവന്നു. നിങ്ങൾ ഈ നായയെ എറിഞ്ഞത് ശരിയാണോ? അതെ, ഞാൻ എറിഞ്ഞിട്ടുണ്ട്. ഇന്നലെ എറിഞ്ഞത് വെറുതെ രസത്തിന് എറിഞ്ഞതാണ്. ശരി, അത് ബ്രാഹ്മണനാണെന്ന് ഓർമ്മിക്കണം. ബ്രാഹ്മണനെ അങ്ങനെയൊന്നും ശിക്ഷിക്കാൻ പാടില്ല. കാരണം അവർ ബ്രഹ്മജ്ഞാനികളാണ്. ബ്രഹ്മപദത്തിലേക്ക് പോകുന്ന, ബ്രഹ്മം എന്ന വാക്കിന് അറിവ് എന്നാണ് അർത്ഥം. ബ്രാഹ്മണൻ എന്നതൊരു ജാതി സമജ്ഞയല്ല, ഒരു കാസ്റ്റിൻ്റെ, ഒരു ജാതിയുടെ പേരല്ല. ആരാണോ ബ്രഹ്മത്തെ അറിയുന്നത് അവരാണ് ബ്രാഹ്മണൻ.
മഹാജ്ഞാനം നേടിയവരെല്ലാം ബ്രാഹ്മണരാണ്. അതുകൊണ്ടാണ് സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അതിൽ ഗോ ബ്രാഹ്മണേഭ്യ, ഗോക്കൾക്കും ബ്രാഹ്മണർക്കും സുഖമുണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും പശുവിനും നമ്പൂതിരിക്കും സുഖമുണ്ടാവട്ടെ എന്നല്ലേ. അല്ല, ഗോ എന്ന വാക്കിന് 32 പരം അർത്ഥങ്ങളുണ്ട്. അതിലൊന്ന് മാത്രമാണ് പശു. ഗോവിന്ദൻ, ഗോവിൽ നിന്നുണ്ടായത്, ഗോവിനെ വിധിയാവണ്ണം പരിപാലിക്കുന്നത്. ഈ ഗോ എന്ന വാക്കിനെ എല്ലാ ജീവജാലങ്ങളും എന്നതാണ് പ്രഥമാർത്ഥം. ഗോ ബ്രാഹ്മണ, ഗോ എന്ന വാക്കിന് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും. രണ്ടാമത് ബ്രാഹ്മണൻ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനികൾ. ഈ ഭാരതം എന്ന പേര് തന്നെ ഭാസൽ രതിയുള്ളവരാണ്. ഭാസൽ രതിയുള്ളവർ, രതി ആനന്ദം, ഭാസ് അറിവ്, അറിവിൽ ആനന്ദമുള്ളവരുടെ നാട് മാത്രമാണ് ഈ ഭാരതം. അപ്പോൾ അറിവുള്ളവർക്ക്, അതാണ് ബ്രാഹ്മണൻ, ബ്രഹ്മജ്ഞാനികൾക്കും സുഖമുണ്ടാവണം. അറിവുള്ളവരെപ്പോൾ ഈ നാട് സംരക്ഷിച്ചിരുന്നു, ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അറിവുള്ളൊരു ബ്രാഹ്മണനെ ശിക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സ്മൃതികളൊക്കെ അങ്ങനെ പറയുന്നത്. അല്ലാതെ ഒരു നമ്പൂതിരിയെ ശിക്ഷിക്കാൻ പാടില്ല എന്നർത്ഥം അതിന് കൽപ്പിക്കരുത്. വേദജ്ഞന്മാർ പറഞ്ഞു ഇതിപ്പോൾ ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. ശരി, ശിക്ഷ ശുനകന് വിധിക്കാം. ആ ശുനകൻ പറഞ്ഞു, രാമ, ഇയാളെ ഇന്ന് സഭാമണ്ഡപത്തിൻ്റെ കാര്യദർശിയാക്കണം. അതായത് സ്ത്രീകളെയും കുട്ടികളെയും നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, മന്ത്രിസഭയിൽ ഒരു വലിയ വകുപ്പാണത്, സാമൂഹിക ക്ഷേമ വകുപ്പ് എന്ന് പറയാം. അതിൻ്റെ കാര്യദർശിയാക്കണം, അതിൻ്റെ ചീഫ് ആക്കണം. അതൊരു ശിക്ഷയല്ലല്ലോ, രക്ഷയല്ലേ ശുനക. ഇപ്പം അങ്ങേക്ക് രക്ഷാൻ തോന്നിയേക്കാം. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആ കാര്യദർശിയായിരുന്നു. അവിടെ കയറിയിരുന്നപ്പോൾ ഞാൻ അഴിമതി കാണിച്ചു, കക്കാൻ തുടങ്ങി. ഈ ജന്മം നായിയായി. ഇയാളും സ്വാഭാവികമായും അവിടെ അഴിമതി കാണിക്കും, ശ്രേഷ്ഠമായൊരു വകുപ്പ് കൈകാര്യം ചെയ്തിട്ട് അടുത്ത ജന്മം മരിച്ച് നായിയാകും. എനിക്കത് മതി. ആ രാമരാജ്യത്തിൻ്റെ ഒരു നീതിന്യായ വ്യവസ്ഥയാണ് ക്ഷേമരാഷ്ട്രം എന്ന് പറയാം. അവിടെ കള്ളമില്ല, ബാലമരണമില്ല, കള്ളമില്ല, ചതിയുമില്ല, എള്ളോളം പൊളിവചനം എന്നൊക്കെ നമ്മുടെ നാട്ടിലെ നാടൻ പാട്ടൊക്കെ ഉണ്ടായത് ഈ രാമായണത്തിലെ രാമരാജ്യത്തെ ചൂണ്ടിക്കാണിച്ചായിരിക്കാം. എല്ലാവരും ഇന്ദ്രിയ നിയന്ത്രണം വന്നവരാ. അവിടെ പരനിന്ദയില്ല, ആരെയും പരിഹസിക്കില്ല, വൈരാഗ്യമില്ല. വൃക്ഷങ്ങളൊക്കെ യഥാകാലം പുഷ്പിക്കും, ഋതുക്കളൊക്കെ കാലാകാലം വരും, കാലം തെറ്റി മഴ പെയ്യില്ല, കാലക്കേടിന് വരൾച്ച ഉണ്ടാവില്ല. എല്ലാം ഫല ധാന്യ സമൃദ്ധം. പ്രജാഹിതം ഹിതം ഭൂവൻ യഥാ രാജാ തഥാ പ്രജ. രാജാവ് എങ്ങനെയായിരിക്കുമോ അതുപോലെയാണല്ലോ പ്രജകളുണ്ടാവുക. പ്രജകളുടെ ഹിതമായിരിക്കണം രാജാവിൻ്റെ ഹിതം. അങ്ങനെ ക്ഷേമരാഷ്ട്രം കൊണ്ട് പരിപാലനം ചെയ്തുകൊണ്ടാണ് രാമൻ്റേത് രാമരാജ്യമായത്. രാമായണത്തിൻ്റെ ഫലശ്രുതി നമ്മൾ വായിക്കേണ്ടതാണ്. രാമായണത്തിൻ്റെ ഫലശ്രുതി എഴുത്തച്ഛൻ മനോഹരമായിട്ടത് ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. അവിടെ ധനധാന്യങ്ങൾ എല്ലാവർക്കും ലഭിക്കും. 31 ദിവസത്തെ രാമായണ പാരായണം ചെയ്താൽ ശത്രുക്ഷയമുണ്ടാകും, ആയുരാരോഗ്യമുണ്ടാകും, എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കും, മഹാപാതകങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകും, പുത്രൻ, നല്ല സത്പുത്രന്മാർ ജനിക്കും, വിഘ്നങ്ങളില്ലാതാകും, എല്ലാ ഭയങ്ങളും നീങ്ങും, താപത്രയങ്ങളില്ലാതാകും. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം, ഇത് 3 താപത്രയങ്ങൾ. എന്താണ് താപത്രയങ്ങൾ? 3 ദുഃഖങ്ങളില്ലാതാക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ആധ്യാത്മികം. ആധ്യാത്മികം എന്ന് പറയുന്നത് ഒരാൾക്ക് ശരീരത്തിനും മനസ്സിനുമുണ്ടാകുന്ന രോഗം, ദുഃഖം. മനസ്സിനും ശരീരത്തിനുമുണ്ടാകുന്ന രോഗത്തെയാണ് ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നത്. രണ്ടാമത് ആദി ഭൗതികം. ആദിഭൗതികം എന്ന് പറയുന്നത് ജീവജാലങ്ങളിൽ നിന്നോ ശത്രുക്കളിൽ നിന്നോ ഉണ്ടാകുന്ന ആക്രമണം. പുലി കടിച്ചു കൊല്ലുക, ആന കുത്തി കൊല്ലുക, നായ കടിക്കുക, ശത്രുക്കൾ ഒളിഞ്ഞ് ആക്രമിക്കുക, ബോംബേറ് കൊണ്ട് മരിക്കുക, ഇതൊക്കെ മനുഷ്യനുണ്ടാകുന്ന ആദിഭൗതികം എന്ന ദുഃഖമാണ്. 3ാമത്തെ ദുഃഖമാണ് ആദിദൈവികം. ഈ ദുഃഖം, താപത്രയങ്ങളിലെ 3ാമത്തെ ആദിദൈവികം എന്ന ദുഃഖം
പ്രകൃതി ശക്തികളിൽ നിന്നുണ്ടാകുന്ന, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുണ്ടാകുന്ന, പേമാരി കൊണ്ട് ഇപ്പോൾ ഉരുൾപൊട്ടലിലൊക്കെ ഉണ്ടാകുന്ന മരണം, ഇടിമിന്നൽ കൊണ്ടുണ്ടാകുന്ന മരണം, അല്ലെങ്കിൽ പാറ ഇടിഞ്ഞു പ്രളയം കൊണ്ടുണ്ടാകുന്ന, വരൾച്ച കൊണ്ടുണ്ടാകുന്ന, ഇങ്ങനെ മനുഷ്യനുണ്ടാകുന്ന 3 താപത്രയങ്ങളിൽ നിന്നും യഥാവിധി കർക്കടക മാസം രാമായണ പാരായണം കൊണ്ട് ഈ ദുഃഖങ്ങളൊക്കെ പോകും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഫലശ്രുതി നമ്മുടെ വിശ്വാസത്തിൽ അതിൽ ശക്തി കൂടി വരിക ചെയ്യുക. രാമൻ എന്ന വാക്കിന് തന്നെ രാമൻ, രമിപ്പിക്കുന്നവൻ, ആനന്ദം നൽകുന്നവൻ എന്നൊക്കെയാണല്ലോ അർത്ഥം. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പേര് തന്നെ അങ്ങനെ ഉണ്ടായത്. രാമൻ, ലോകത്തിൽ ഒരു നായകനുണ്ടെങ്കിൽ എല്ലാ നായകന്മാർക്കും നായകനാകാൻ പറ്റിയ കാന്യസ്മിൻ സാമ്പ്രതം ലോക ഗുണവാൻ കശ്യവീരവാൻ എന്ന് നാരദരുടെ ചോദ്യത്തിൽ നിന്നാണല്ലോ രാമായണം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ എല്ലാ മനുഷ്യരാശിക്കും വേണ്ടിയുള്ള ചോദ്യം നാരദരോട് ചോദിച്ചതായിരിക്കാം. ഞാൻ സമ്പൂർണനായൊരു മനുഷ്യനെക്കുറിച്ച് എഴുതണമെങ്കിൽ കാന്വേസ്മിൻ സാമ്പ്രതം ലോക ഗുണവാൻ കശ്യവീരവാൻ, ഈ ലോകത്ത് ഗുണവാനും വീരനുമാവാനുമായിട്ട് ആരുണ്ട്? അപ്പം നാരദർ 93 ശ്ലോകങ്ങളിലൂടെ വാൽമീകിക്ക് രാമായണത്തിൻ്റെ കഥ രത്നച്ചുരുക്കമായി പറഞ്ഞു കൊടുത്തു. ആ 93 ശ്ലോകങ്ങൾ വികസിപ്പിച്ചാണ് വാൽമീകി 24,000 ശ്ലോകങ്ങളുള്ള രാമായണം എഴുതിയത്. അത് മുഴുവൻ രാമൻ്റെ 16 ഗുണങ്ങളെക്കുറിച്ച് തുടങ്ങിക്കൊണ്ടാണ്. നീതിവാൻ, ബുദ്ധിമാൻ, ധൈര്യവാൻ, പ്രിയദർശൻ, രാമൻ്റെ ഓരോ ഗുണഗണങ്ങൾ അത് എല്ലാ മനുഷ്യനിലും എങ്ങനെ ഉൾച്ചേർത്താം. അതുകൊണ്ടാണ് രാമായണം പോലൊരു ഗ്രന്ഥം ലോകത്തുണ്ടാവില്ല. അതുകൊണ്ടാണ് രാമനോളം ഒരു നായകൻ, രാമനെപ്പോലൊരു നായകൻ ലോകത്തുണ്ടാവില്ല. അതുകൊണ്ടാണ് രാവണനെ പോലൊരു പ്രതിനായകനും ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഒരാൾ രാമനാവുക അല്ലെങ്കിൽ രാവണനാകാതിരിക്കുക. രാവണൻ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ആളാണ്. 6 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും പഠിച്ച ആളാണ്. ധനുർവേദത്തിൽ നിഷ്ണാതനാണ്, സംഗീതജ്ഞനാണ്, നർത്തകനാണ്, കവിയാണ്, പണ്ഡിതനാണ്, ലൗകിക സുന്ദരനാണ്. പക്ഷെ രാവണൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് അഭിരമിക്കുകയല്ല ചെയ്യുക, മനസ്സിൽ ഭയമുണ്ടാകും. എന്തുകൊണ്ട്? ഒരാൾ തപസ് കൊണ്ട് നേടേണ്ടത് എന്താണോ ആ തപസ്സിദ്ധിയെ ലോകക്ഷേമത്തിന് ഉപയോഗിക്കാതെ ആ തപസ് കൊണ്ട് കൈവരിച്ച അനുഗ്രഹത്തെ ലോകനാശത്തിന് വേണ്ടി ഉപകരിച്ചു. നമുക്കുണ്ടാകുന്ന ധനവും, നമുക്കുണ്ടാകുന്ന ശക്തിയും, നമുക്കുണ്ടാകുന്ന ബുദ്ധിയും, ഇത് 3ഉമുള്ള ആളാണ്. എല്ലാവരിലേക്കാളും കൂടുതലുള്ള ആളാണ് രാവണൻ. പക്ഷെ രാവണൻ അത് ലോകനാശത്തിന് ഉപയോഗിച്ചു. എവിടെയും പോയി ആക്രമിക്കും, എവിടെയും കൊള്ളയടിക്കും, അവിടെ ഉള്ളത് മുഴുവൻ കവർന്ന് ലങ്കയിലേക്ക് കൊണ്ടുവരും. അത് പെണ്ണാണെങ്കിലും പൊന്നാണെങ്കിലും പണമാണെങ്കിലും. രാമൻ അങ്ങനെയല്ല. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ലക്ഷ്മണൻ ഏട്ടനോട് പറയുന്നുണ്ട്, അഭിരത്നമയി ലങ്ക, ഏട്ടാ അഭിരത്നമയി ലങ്ക, ലങ്ക രത്നമയമാണ്, നമോ ലക്ഷ്മണരോചതേ. അപ്പോൾ രാമൻ കൊടുക്കുന്ന മറുപടി, ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപിഗരീയസി. നേപ്പാൾ എന്ന രാജ്യത്തിൻ്റെ ഒരു ആപ്തവാക്യമായിട്ട് ഇന്ന് ഈ രാമായണത്തിലെ വരികളാണുള്ളത്. ഹേ ലക്ഷ്മണ, ജനനീ ജന്മഭൂമിശ്ച, ജനനിയും ജന്മഭൂമിയും സ്വർഗത്തേക്കാൾ വലുതാണ്. ഈ ഒരു ദേശസ്നേഹവും ഈ ഒരു മാതൃസ്നേഹവും ഈ ഒരു ധാർമ്മിക ബോധവും നമ്മിലുണ്ടാക്കിയത് രാമായണമാണ്. നമുക്കും ഒരു രാമരാജ്യം ക്ഷേമമായിട്ട് ഉണ്ടാവട്ടെ. എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്ന, എവിടെയും അധർമ്മമില്ലാത്ത, സത്യധർമാദികൾ എവിടെയും പുലരുന്ന ഒരു രാമരാജ്യം, അത് രാമായണം മുന്നോട്ട് വെക്കുന്നു. ഈ രാമായണ കാലത്തും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.